സഖാവിനെ കല്ലെടുത്തെറിഞ്ഞതിന് പാർട്ടിക്കാരെല്ലാം കൂടെ ഓടിച്ചപ്പം അവൾ ആ ജനാർദ്ദന്റെ പറമ്പിൽ കൂടെ ഓടിയിട്ടുണ്ട്. ഒന്നും നോക്കിക്കോണേ. എന്നാലും ഈ പെൺകുട്ടി നോക്കല്ലേ. എവിടെ പോയി കിടക്കുക? ഇവിടെയൊന്നും ഇല്ല. എവിടെ പോയി നോക്കാനാ? രാജേഷ്, രാജേഷ്, അതവളല്ലേ വിളിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് രാജേഷ്, രാജേഷ്, സോറി സോറി. പേടിക്കണ്ട. ഒരു കുഴപ്പമില്ല. തനിക്ക് കുഴപ്പമില്ലായിരിക്കും, എനിക്ക് കുഴപ്പമുണ്ട്. നീ എന്ത് പണിയടി കാണിച്ചേ? എന്റെ ഓർമ്മ പോയി, വീട് പോയി, കാശും പോയി. ബാക്കിയുള്ളത് ഈ തടിയാ, അതുകൂടെ നീ കേട്ടാക്കുമല്ലോ. ആ പവിത്ര സഖാവിനിട്ട് കലർന്ന് നിനക്ക് എന്ത് കിട്ടി? നിനക്ക് കലറിനെ ടിബറ്റിൽ പോയി കലറി. ഇയാളെ നീ എന്തൊക്കെയാണ് പറയണേ? ഈ കൊച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതിന് വല്ല മനസ്സിലാവോ? നീ തെരേസനെ വിളിക്കുക. ആ പെണ്ണ് വന്നു എന്താണ് ശരിയായിരിക്കും. അല്ല ചുമ്മാ ഇറ്റ് ഈസ് എ ഒളിച്ചിരുന്നതിന് കലിപ്പ്. പോരെ നോക്കടാ. അവരിവിടെ ഇല്ല. അവിടെ ഇല്ല, വിജയന്റെ വീട്ടിൽ കാണും. എന്തായി? കല്ലെറിഞ്ഞ എന്തിനാന്ന് പറഞ്ഞോ? നീ തന്നെ പോയി ചോദിക്കും. Shen, what happened? I hate communists. They all failed me. I lost my control when I saw the red flags and the pennants. I'm sorry. Don't cry. We'll find a way. എങ്ങനെയുണ്ട് സഖാവായി? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതെ, എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ചാനലുകാരൊക്കെ ഈ വിഷയത്തില് ഒരു കണക്കിന് ഒതുക്കി വിട്ടേക്കണാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് നിന്നൊരു പെണ്ണു വന്ന് കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രശ്നം ദേശീയ തലം വരെ എത്തും, നാറും. അതുകൊണ്ട് ഈ വിഷയത്തിന് ഇനി സഖാക്കന്മാർ ആരും ഒന്നും പ്രതികരിക്കാൻ പോണ്ട. അവിടെ ഇരിക്കെ പറയണ മുഴുവൻ കേക്ക്. നമ്മൾ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണില്ലെന്നേ ഉള്ളൂ. അവളെ അറസ്റ്റ് ചെയ്യും. NDPS ആക്ടാണ് ചാർജ് ചെയ്യാൻ പോണത്, മയക്കുമരുന്ന് കേസ്. മിനിമം ഒരു കൊല്ലമെങ്കിലും അവൾ അകത്ത് കിടക്കും. എന്നിട്ടേ ജാമ്യം പോലും കിട്ടൂ. എന്താ പോരെ? നിങ്ങൾ ചൈനക്കാരിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. ഞാൻ പോലീസിൽ അറിയിച്ചോളാം. അവനോട് ചോദിക്കാം. വണ്ടി നിർത്ത്. ഇതാണോടോ തെരേസയുടെ വീട്? അത് ഈ വീടാ സാർ. പോലീസ്. പോലീസോ? അങ്ങനെ ഒരു സംഭവം രാജേഷേ, ഞങ്ങളവിടെ പോലീസ്. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. എന്താടി വലിയമ്മച്ചി? പോലീസോ? ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്. വലിയമ്മച്ചി എന്താണ്? രാജേഷ് എന്ന് പറയുന്ന ഒരുത്തിനും ഒരു ചൈനക്കാരി ഇവിടെ ഉണ്ടോ? ഇവിടില്ല. ഇവിടെ ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ ആരുമില്ല. അങ്ങനെയാണ് എനിക്ക് ഇവിടെ കയറി പരിശോധിക്കണമല്ലോ. വാറണ്ട് ഉണ്ടോ? വാറണ്ട് ഇല്ലാതെ ഇവിടെ തന്നെ കയറാൻ പറ്റത്തില്ലേ? സഖാവ് പൗളിന്റെ വീട്ടിൽ പോലീസ് കയറണമെങ്കിൽ വാറണ്ട് വേണം. അതില്ലാതെ അകത്ത് കയറാൻ ധൈര്യമുണ്ട്. ഏമാൻ കയറിക്കോ. സാറേ വേണ്ട സാറേ, വേണ്ട സാറേ, പണിയാവും. എന്നേ കേറുന്നില്ലേ? കേറോ. പാർട്ടിക്കാരിയാ, പ്രശ്നവും. വാ സാറേ. ആദ്യം ഞെരിക്കാതെ പോകാൻ നോക്കുമോനെ.
രസല്ലേ? No sleep? I was missing my parents. Oh, They left me alone. your papa, mama? നോക്കട്ടെ. Come. My papa. My mama. Done. Long back. സമയമാകുമ്പോ എല്ലാരും പോവും. That means That means good night. okay, good night. $25,000 കഴിഞ്ഞ ആഴ്ചയല്ല എഞ്ചിന്റെ പണി തീർത്തു. നീയൊക്കെ ഇവിടെ എന്തുണ്ടാക്കണാണ്? ഞങ്ങ ഈ കല്ലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടണല്ലേ. അങ്ങനെ ഓടുമ്പോ ഇഞ്ചത്തിന് അതിൻ്റെതായ കംപ്ലൈന്റ് ഒക്കെ വരും. അതൊന്നും ഇവിടെ പറ്റിയല്ല. നാളെ മുതൽ വേറെ വെള്ളം പിടി. മനസ്സിലായ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? സുബിച്ചേട്ടാ, ഒരു സെക്കൻഡ് ഒന്ന് വരും. പിന്നെന്താ മോനെ? എന്താണ് രാശേ പതിവില്ലാണ്ട് എന്നെ അല്ലാട്ടാ, പൈസക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട്. ആണോ? അപ്പോ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണം. അതിന് നിന്നോട് ഞാൻ ഡീല് നേരത്തെ പറഞ്ഞല്ലേ. അതല്ലേട്ടാ, എനിക്ക് ഇപ്പം ആ ഡീലിന് ഓക്കെയാണ്. ചേട്ടൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പൈസ നാളെ തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നീ നല്ലപോലെ ആലോചിച്ചിട്ടാണോ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ ആക്കണെന്തിനാ? ഇന്ന് തന്നെ വന്നേക്കാം. മതിയോ? നാളെ മതി. പിന്നെ ചേട്ടാ, തൽക്കാലത്തേക്ക് ഒരു വാടക വീട് കിട്ടുന്നവരെ ഞാനവിടെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നീ എന്റെ ചെക്കനല്ലേടാ. ഞാൻ നോക്കണോ വീട്? വേണ്ട, ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നാളെ കാണാം. അതെ, ഒരു മിനിറ്റ്. കാശേ, ഇതിലൊരു ഒപ്പിട്ടെ. കാശി വന്നതിനൊരു തെളിവ് വേണ്ടേ? അതാ. ആധാരം. സിബി ഒരു വാക്ക് പറഞ്ഞ വാക്കാ. പിടി, ബാക്കിയിട്ട്. ഓക്കെ അല്ലേ? രജിസ്ട്രേഷൻ ഡേറ്റ് ഞാൻ അറിയിക്കാം. പിന്നെ വരുമ്പോ നിന്റെ പെങ്ങളെ കൂടി കൊണ്ടുവരണം. ഭാവിയിലൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ, അതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വാടക വീട് തപ്പിക്കും. പോട്ടെ.